നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 4ൽ മെയിനായിട്ട് 2 ഡയമെൻഷൻ സെമി കണ്ടക്ടർ ആയിട്ടുള്ള ക്വാണ്ടം വെല്ലിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡലിങ്സും ആണ് പറയുന്നത്. ആദ്യം നമുക്ക് ബേസിക് പ്രോപ്പർട്ടീസ് നോക്കാം. സോ 3Dന്ന് 2 ഡയമെൻഷൻ സെമി കണ്ടക്ടർ എങ്ങനെ ഉണ്ടായെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 3 ഡയമെൻഷൻ സെമി കണ്ടക്ടർ ആണ്. ഇതിന് നമ്മൾ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ നമ്മൾ നാനോമീറ്റർ റേഞ്ചിലേക്ക് കുറയ്ക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2 ഡയമെൻഷൻ സെമി കണ്ടക്ടേഴ്സ് കിട്ടും. 2 ഡയമെൻഷൻ സെമി കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിംഗ് സ്ട്രക്ചറിലായിരിക്കും പോകുന്നുണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദെൻ അടുത്തത് എന്താണ് ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയാം. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോണിന് പോകണമെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ എനർജി വേണം. അതിൻ്റെ ഇടയിലുള്ള ആ ബരിയർ അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് ഓവർകം ചെയ്യാനുള്ള ആ പെർട്ടിക്കുലർ എനർജി, അതിനെയാണ് നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ 2D സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ 2D സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗാലിയം ആർസനൈഡാണ്. ഗാലിയം ആർസനൈഡ് എന്തുകൊണ്ടാണ് നമ്മൾ ഗാലിയം ആർസനൈഡ് എടുക്കാൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണിൻ്റെ എഫക്റ്റീവ് മാസ് വളരെ കുറവായിരിക്കും ഗാലിയം ആർസനൈഡിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് നമുക്ക് ഈ ക്വാണ്ടം എഫക്ട്സ് ഒക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ് മാസ് കുറവായ കാരണം ഇലക്ട്രോണിൻ്റെ മൊബിലിറ്റി കൂടുതലായിരിക്കും. ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ക്വാണ്ടം എഫക്ട്സ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഗാലിയം ആർസനൈഡ് എടുത്തത്. പിന്നെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് വളരെ കുറവാണ്. 1.4 ഇലക്ട്രോൺ വോൾട്ടാണ് ബാൻഡ് ഗ്യാപ്പ് ഉള്ളത്. സോ ക്വാണ്ടം വെൽ ഉണ്ടാക്കാൻ നമുക്ക് ബാൻഡ് ഗ്യാപ്പ് കുറവുള്ളൊരു എലമെൻ്റ് ആണ് വേണ്ടത്. കാരണം ഇലക്ട്രോണിനെ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്തിടാൻ പറ്റും. എനർജി കുറഞ്ഞൊരു സ്ഥലത്ത് ഇലക്ട്രോണിനെ ട്രാപ്പ് ചെയ്തിടുക എന്നുള്ളതാണ് ഈ പറയുന്ന 2D സെമി കണ്ടക്ടർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളൊരു സബ്സ്ട്രേറ്റ് എടുത്തു, ഗാലിയം ആർസനൈഡ് 1.4 ഇലക്ട്രോൺ വോൾട്ട്. അതിൻ്റെ മീതെ നമ്മൾ അലുമിനിയം ഗാലിയം ആർസനൈഡ് കോട്ട് ചെയ്തു. സോ അതിൻ്റെ ഇടയിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? 10 നാനോമീറ്റർ റേഞ്ച് ആക്കി കുറച്ച്. ഇടയിലുള്ള ലെങ്ത് എല്ലാം 10 നാനോമീറ്റർ റേഞ്ച് ആയിരിക്കും. സോ നമ്മുടെ അലുമിനിയം ഗാലിയം ആർസനൈഡിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ഹയർ ബാൻഡ് ഗ്യാപ്പ് ആണ്. നമ്മുടെ ഗാലിയം ആർസനൈഡിനേക്കാൾ ബാൻഡ് ഗ്യാപ്പ് കൂടുതലാണ്. അതായത് 2 ഇലക്ട്രോൺ വോൾട്ട് ആണ് അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി അലുമിനിയം ഗാലിയം ആർസനൈഡ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് മെറ്റീരിയൽസ് കൺസിഡർ ചെയ്തത്. ഇനി ഒരു ഇലക്ട്രോൺ ഹയർ ബാൻഡ് ഗ്യാപ്പിൽ നിന്ന് ലോവർ ബാൻഡ് ഗ്യാപ്പിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിപ്പോൾ അലുമിനിയം ഗാലിയം ആർസനൈഡ് ആണ്. ഇതിൽ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് ഹൈ എനർജി ആവും. പെട്ടെന്ന് ഇതൊരു ലോ എനർജി സ്റ്റേറ്റുള്ള ഒരു സ്റ്റേറ്റ് കാണും. സോ എന്ത് ചെയ്യും? ഇലക്ട്രോൺ അതിൻ്റെ ഉള്ളിലേക്ക് ആ ലോ എനർജി സ്റ്റേറ്റിലേക്ക് അതിൻ്റെ എനർജി ലൂസ് ചെയ്തിട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യും. കാരണം ഇലക്ട്രോണിൻ്റെ ടെൻഡൻസി എപ്പോഴും ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് പോയി റെസ്റ്റ് ചെയ്യാനായിരിക്കും. സോ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ വെല്ലിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ ട്രാപ്പ് ചെയ്യപ്പെടും. ഇതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാട്ടിൽ ഒരു വാരിക്കുഴി കുത്തിയിട്ട് ആനേനെ വീഴ്ത്തുന്നില്ലേ? അപ്പോൾ ആനേനെ പിടിക്കാൻ വേണ്ടി നമ്മൾ വാരിക്കുഴി കുത്തില്ല. അതേപോലെയാണ് നമ്മളിവിടെ ഇലക്ട്രോണിനെ ഈ വെല്ലിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യുന്നത്. നമ്മളൊരു ലോ എനർജി സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണിനെ ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഹൈറ്റ് ഇപ്പോൾ ഇതൊരു വെൽ ഷേപ്പിൽ നമ്മളൊരു സ്ക്വയർ വെല്ലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്ക്വയർ വെല്ലിൻ്റെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് V0 ആയിരിക്കും. V0 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ പൊട്ടൻഷ്യൽ. ഈ താഴെയുള്ള ഗാലിയം ആർസനൈഡ് വെല്ലിൻ്റെ ഇവിടെയുള്ള എനർജി എന്താ? 1.4 ഇലക്ട്രോൺ വോൾട്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ വീഴുന്ന ഒരു ഇലക്ട്രോണിന് ഇനി 1.4 ഇലക്ട്രോൺ വോൾട്ട് അത്രയും എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ മുകളിലെ ഹൈറ്റ് എത്രയാണ്? 2 ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ അലുമിനിയം ഗാലിയം ആർസനൈഡ് 2 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. സോ ഈ 2 ഇലക്ട്രോൺ വോൾട്ട് കിട്ടാതെ ഇനി ഇലക്ട്രോണിന് ഇവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. സോ ഇലക്ട്രോൺ വിൽ ബി ട്രാപ്ഡ് ഇൻസൈഡ് ദിസ് ഗാലിയം ആർസനൈഡ് വെൽ. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിനെ ഇവിടെ ട്രാപ്പ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഇതിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ഡയഗ്രാം അല്ല. ഇത് കണ്ടക്ഷൻ ബാൻഡിലും ഇതുപോലെ വാലൻസ് ബാൻഡിലും നടക്കും. അതാണ് ഇവിടെ വലുതാക്കി വരച്ചിരിക്കുന്നത്. ഇത് ടെക്സ്റ്റിലുള്ള ഫിഗറാണ്. ഇതാണ് എക്സാമിന് വരയ്ക്കേണ്ടത്. ഈ സൈഡിലുള്ളതൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചതാണ്. സോ ഇതാണ് കണ്ടക്ഷൻ ബാൻഡിൽ നമ്മുടെ അലുമിനിയം ഗാലിയം ആർസനൈഡും അതുപോലെ ഗാലിയം ആർസനൈഡ് വെല്ലും ഉണ്ടായത്. ഇത് 2 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും അലുമിനിയം ഗാലിയം ആർസനൈഡിന്. ഗാലിയം ആർസനൈഡിന് 1.4 ഇലക്ട്രോൺ. ഇതേ സാധനം വാലൻസ് ബാൻഡിൽ നമ്മൾ വരച്ചു, അത്രേ ഉള്ളൂ. സോ നമ്മൾ പറഞ്ഞ ഒരു 2D സെമി കണ്ടക്ടറാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ തിക്നെസ് നമ്മൾ നാനോമീറ്റർ റേഞ്ചിലേക്ക് കുറച്ചു. എന്നിട്ട് അലുമിനിയം ഗാലിയം ആർസനൈഡ് കോട്ട് ചെയ്തു. സോ ഒരു ഡയമെൻഷൻ നാനോമീറ്റർ റേഞ്ചിലേക്ക് കുറച്ച് എന്തുണ്ടാവും? ആ ഡയമെൻഷനിൽ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് റിസ്ട്രിക്റ്റഡ് ആയിരിക്കും. സോ അത് ഈ ഗാലിയം ആർസനൈഡ് ഈ വെല്ലി തിക്നെസ് ഇവിടെയാണ് നമ്മൾ കുറച്ചത്. സോ ഈ വെല്ലിൻ്റെ ഉള്ളിലുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇനി റിസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ എനർജി ലെവൽസിൽ മാത്രമേ ഇനി ഇവിടെ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ EQ1 EQ2 എന്ന് പറഞ്ഞിട്ട് ആ എനർജി സ്റ്റേറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സ്റ്റേറ്റ്സ് ആണ് ഇവിടെ കാണുന്നത് N=1 N=2 എന്ന് പറയുന്നത്. കാരണം ഇലക്ട്രോൺസിന് ഇനി അവിടെ അധികം മൂവ്മെൻറ്റ്സ് പോസിബിൾ അല്ല. ഇങ്ങനെയാണ് നമ്മളിത് ബേസിക് ആയിട്ടൊരു 2D സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്.
ഒരു വാരിക്കുഴിയിൽ വീണ ആനയുടെ കഥ ആദ്യം പറഞ്ഞു. അങ്ങനെ ആന വീണ് കഴിഞ്ഞ് എന്ത് ചെയ്യും? ആനയ്ക്ക് പിന്നെ മുകളിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ല. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ ആനയ്ക്ക് പിന്നെ മുകളിലേക്ക് വരാൻ പറ്റില്ല. പക്ഷെ ആ കുഴിയുടെ ഉള്ളിൽ എങ്ങനെ വേണമെങ്കിൽ ആനയ്ക്ക് മൂവ് ചെയ്യാം. അതുപോലെയാണ് നമ്മുടെ ഇലക്ട്രോണും ഇനി. ഇലക്ട്രോണിന് ഇനി ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ ഈ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മുകളിലേക്ക് കയറാൻ പറ്റില്ല. ഇവിടെ സെഡ് ആക്സിസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ വെല്ലിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഇലക്ട്രോണിന് ഇനി ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ വരാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ആ ഉള്ളിൽ ബെല്ലിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എക്സ് വൈ ആക്സിസിൽ എങ്ങനെ വേണമെങ്കിൽ ഇലക്ട്രോണിന് മൂവ് ചെയ്യാം. അതാണ് പറയുന്നത്. സോ ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഓഫ് ഇൻഫൈനൈറ്റ് വെൽസ്. സോ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഓഫ് ഇൻഫൈനൈറ്റ് വെൽസ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത്? ഒരു ലോ ബാൻഡ് ഗ്യാപ്പ് ഉള്ള ഗാലിയം ആർസനൈഡ് പറഞ്ഞ സബ്സ്ട്രേറ്റിന്റെ മുകളിൽ ഹൈ ബാൻഡ് ഗ്യാപ്പ് ഉള്ള അലുമിനിയം ഗാലിയം ആർസനൈഡ് കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഓഫ് ഇൻഫൈനൈറ്റ് വെൽസ് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി ഈ കേസിലുള്ള വേവ് ഫംഗ്ഷനും എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മാത്രമേ ഇത് ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂ. സോ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ് ഇവിടെ നമ്മുടെ വേവ് ഫംഗ്ഷൻസ്. സോ നിങ്ങൾ ഈ കഴിഞ്ഞ ഇതിൽ ഈ ഫിഗറിൽ കണ്ടു, ഈ ഒരു സ്ട്രക്ചർ കണ്ടു. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു സ്ക്വയർ വെൽ ഷേപ്പാണ്. അതായത് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഈ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിട്ടുള്ള ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. സോ ഇതിന്റെ നടുവ് കൂടെ സെന്ററിൽ കൂടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും, ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. ഒരു സിമ്മട്രിക് സ്ക്വയർ ഷേപ്പാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്വയർ ഷേപ്പ് ആയ കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള വേവ്സ് എന്ന് പറഞ്ഞാൽ സിമ്മട്രിക് ആയിരിക്കണം. കാരണം ഈ നമ്മുടെ വെല്ല് സിമ്മട്രിക് ആണ്, അതിൻ്റെ ഉള്ളിലുള്ള വേവ്സും സിമ്മട്രിക് ആയിരിക്കണം. സോ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഐദർ സൈൻ എക്സ് അല്ലെങ്കിൽ കോസ് എക്സ് അങ്ങനെയുള്ള വേവ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. കാരണം സൈനും കോസും സിമ്മട്രിക് വേവ്സ് അല്ലേ. സോ ഇത് രണ്ടും മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ സൊല്യൂഷനെ ഇൻ ടേംസ് ഓഫ് സൈൻ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് 2/a² സൈൻ പൈ എൻ സെഡ് ബൈ എ. എന്ന് പറയുന്നത് എന്താ? ഈ വെല്ലിന്റെ ലെങ്ത്തിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. സെഡ് എന്ന് പറയുന്നത് സെഡ് കോർഡിനേറ്റ് എടുത്തുണ്ട്. ദെൻ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എനർജിയുടെ ഇക്വേഷൻ എന്താ? h²² ആയിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ക്വാണ്ടൈസ്ഡ് സ്റ്റേറ്റും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് n²/a² എന്ന് പറഞ്ഞൊരു ടേമും കൂടി വരണം. n² എന്ന് പറയുന്നത് എന്താ? ഈ ക്വാണ്ടൈസ്ഡ് സ്റ്റേറ്റിന്റെ ക്വാണ്ടം നമ്പറാണ് n² എന്ന് പറഞ്ഞാൽ. എ എന്ന് പറഞ്ഞാൽ ഈ വെല്ലിന്റെ ലെങ്ത്, അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്തു. സോ നമുക്ക് അതിന്റെ വേവ് ഫംഗ്ഷനും എനർജിയുടെയും ജനറൽ ഇക്വേഷൻ എന്താണെന്ന് കിട്ടി 2D സെമി കണ്ടക്ടറിന്റെ. ഇനി പറയുന്നത് ജസ്റ്റ് മെയിൻ റിക്വയർമെന്റ്സ് എന്താണ്? അതായത് ഒരു 2D സെമി കണ്ടക്ടറിൽ ക്വാണ്ടം എഫക്ട്സ് ഒബ്സർവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്നെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ വെല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ സൈസ് നല്ല സ്മാൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ വെല്ലിന്റെ അത്രയും സൈസ് ഉള്ള ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ മൂവ്മെന്റ്സ് ഒന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. സോ ഇലക്ട്രോണിന്റെ സൈസ് വളരെ സ്മാൾ ആയിരിക്കണം. പിന്നെ അതിന്റെ എഫക്റ്റീവ് മാസ് വളരെ കുറവായിരിക്കും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എഫക്റ്റീവ് മാസ് കുറഞ്ഞുകൊണ്ടാണ് ഗാലിയം ആർസനൈഡ് കൺസിഡർ ചെയ്തത്. സോ എഫക്റ്റീവ് മാസ് കുറയുകയാണെങ്കിൽ എന്താണ്? മൊബിലിറ്റി കൂടുതൽ ഫ്രീ ആയിട്ട് നമ്മുടെ ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ പറ്റും എഫക്റ്റീവ് മാസ് കുറയുമ്പോൾ. സോ എഫക്റ്റീവ് മാസ് നന്നായി കുറഞ്ഞ നല്ല പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞ ഇലക്ട്രോൺ വേണം കൺസിഡർ ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗാലിയം ആർസനൈഡ് തന്നെ കൺസിഡർ ചെയ്തത്. കാരണം ആ ഗാലിയം ആർസനൈഡിന്റെ എഫക്റ്റീവ് മാസ് സെമി കണ്ടക്ടറിലുള്ള എഫക്റ്റീവ് മാസ് അതിന്റെ ഒറിജിനൽ മാസിനേക്കാൾ കുറവായിരിക്കും. L0 എന്ന് പറഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺ മാസാണ്, അതിനേക്കാൾ കുറവായിരിക്കും ഗാലിയം ആർസനൈഡിൽ ഈ പറയുന്ന എഫക്റ്റീവ് മാസ്. അതുകൊണ്ടാണ് ഈ മെറ്റീരിയലിനെ കൺസിഡർ ചെയ്തത്. ദെൻ അടുത്തത് എന്താണ്? രണ്ടാമത്തെ ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ ആയിരിക്കണം. ലോ ടെമ്പറേച്ചറിൽ മാത്രമാണ് നമുക്ക് ക്വാണ്ടം സൈസ് എഫക്ട്സ് കാണാൻ പറ്റും. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോണിന് എനർജി കിട്ടും. അപ്പോൾ ഈ ബാരിയർ ഓവർകം ചെയ്ത് ഇലക്ട്രോണിന് പുറത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വാണ്ടം എഫക്ട്സ് ഒന്നും കാണാൻ പറ്റില്ല. സോ ലോ ടെമ്പറേച്ചർ ആയിരിക്കണം. ഇതാണ് പറയുന്നത്. ഇനി നമ്മളിവിടെ വേവ് ഫംഗ്ഷനും എനർജിയുടെ ഇക്വേഷൻ എഴുതിയല്ലോ. അപ്പോൾ വേവ് ഫംഗ്ഷനും എനർജിയും എഴുതി കഴിഞ്ഞപ്പോൾ ഇത് 3 ആക്സിസിലും കൂടിയുള്ള ഇക്വേഷൻ എക്സ് വൈ സെഡിലും കൂടിയില്ല. പക്ഷെ നമ്മുടെ ഇലക്ട്രോണിന് സെഡ് ആക്സിസ് കൂടെ മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ സ്പ്ലിറ്റ് ചെയ്യണം. അതാണ് സൈ എക്സ് സൈ വൈ സൈ സെഡ്. അതിൽ സൈ എക്സ് സൈ വൈ സൈ സെഡ് കൂടെ സൈ എക്സ് സൈ വൈ കൂടെ നമുക്ക് എങ്ങനെ പോവാം? ഒരു ട്രാവലിംഗ് വേവ് ആയിട്ട് പ്രൊപ്പഗേഷൻ വേവ് ആയിട്ട് പോവാം. എങ്ങനെ വേണമെങ്കിൽ മൂവ് ചെയ്യുന്ന കാരണം. പക്ഷെ സൈ സെഡ് കൂടെ മൂവ്മെന്റ് ഉണ്ടാവില്ല, റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതൊരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ആയിരിക്കും സൈ സെഡ്, വി ഓഫ് സെഡ് പൊട്ടൻഷ്യൽ ഉള്ളത്. സോ നമുക്ക് എനർജിയുടെ ഇക്വേഷനെ അതുപോലെ റീപ്ലേസ് ചെയ്യാം. എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. h²/2m ഇൻറ്റു എക്സ് വൈ കമ്പോണൻസിനെ നമുക്ക് ഒരുമിച്ച് എഴുതാൻ പറ്റും. പ്ലസ് ഇ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ എനർജി ഓഫ് nth സ്റ്റേറ്റ് ആണ് ഇ എന്ന് പറയുന്നത്. നമ്മൾ മറ്റേ ഡെറിവേഷനിൽ ഇ ക്യു എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരുന്നു. സോ ഇവിടെ ഇ എന്ന് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. സോ ഇ എന്ന് പറയുന്ന ടേം എന്താണ്? നമ്മൾ ആൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. h²/2m ഇൻറ്റു n²/a². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എനർജിയുടെ ഇക്വേഷൻ കിട്ടും. നമുക്കിത് പ്ലോട്ട് ചെയ്യാൻ നോക്കാം.
സോ ആ എനർജിയുടെ ഇക്വേഷൻ കിട്ടിയത് പ്ലോട്ട് ചെയ്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ പരാബോളിക് അപ്രോക്സിമേഷൻ എന്നാണ് നമുക്ക് h ക്രോസ് സ്ക്വയർ പൈ സ്ക്വയർ ബൈ 2 mv സ്റ്റാർ എന്ന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പരാബോളായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ ആ കറസ്പോണ്ടിങ് എനർജി സബ് ബാൻഡ്സ് സെറ്റ് കോർഡിനേറ്റിലാണ് നമ്മൾ നാനോ സ്കെയിൽ റേഞ്ചിൽ കുറച്ചത്. അതുകൊണ്ട് സെറ്റ് കോർഡിനേറ്റ്സിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും എനർജി. ഇങ്ങനെ പെർട്ടിക്കുലർ ലെവലിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോണിനെ കാണാൻ പറ്റൂ. സോ ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവലാണ് E1 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹയസ്റ്റ് എനർജി ലെവൽ E2, കുറച്ചുകൂടി അതിനേക്കാൾ കൂടുതൽ എനർജിയുള്ള ലെവലായിരിക്കും E3 എന്ന് പറയുന്നത്. ഇതൊക്കെ വെല്ലിൻ്റെ ഉള്ളിലുള്ള എനർജി ലെവൽസ് ആണ് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സബ് ബാൻഡ് പ്ലോട്ട് ചെയ്യാം. n ഈക്വൽ ടു 1, n ഈക്വൽ ടു 2, n ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ സബ് ബാൻഡ്സ് കിട്ടും. ഇതിൽ എ എന്ന് പറയുന്നത് എന്താണ്? വെല്ലിൻ്റെ ലെങ്ത്തിനാണ് നമ്മൾ എ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമ്മുടെ ഈ മോഡലിൽ എന്താ പറഞ്ഞാൽ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഇൻഫൈനൈറ്റ് ക്വാണ്ടം വെൽ മോഡലാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ സബ് ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെല്ലിൻ്റെ ഉള്ളിൽ ഈ സബ് ബാൻഡ്സ് ഇൻഫൈനൈറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഈ മോഡലിൽ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വെല്ലിൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ചില മോഡൽസ് ആണ് ഇതൊക്കെ. ഫസ്റ്റ് മോഡലാണ് ഈ പറയുന്ന പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഓഫ് ഇൻഫൈനൈറ്റ് വെൽസ്. സോ n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ ഈ സബ് ബാൻഡ് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് എനർജീനെ സീറോ ആയിട്ട് എടുക്കില്ല. നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ അറിയാലോ ഏറ്റവും ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ അങ്ങനെ എടുക്കില്ല. കാരണം അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യില്ല. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം എന്താ? നമുക്ക് ഒരു ഇലക്ട്രോണിന്റെ പൊസിഷൻ എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ലോവസ്റ്റ് പോയിന്റ് സീറോ ആയിട്ട് എടുത്താൽ അതൊരു എക്സാക്ട് പൊസിഷൻ അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിനെ E1 ആയിട്ട് എടുത്തു. ഈ E1നെ നമ്മൾ എന്ത് പറയും? 0 പോയിന്റ് എനർജി എന്ന് പറയും ഈ E1നെ. ഇനി നമ്മൾ ഇതിന്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിറൈവ് ചെയ്തിരുന്നു. റോ കെ ഡി കെ ഈക്വൽ ടു റോ ഇ ഡി എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ അതിന് റോ ഇ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് എനർജി കിട്ടും. സോ അതാണ് ഇവിടെ ജസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റിൽ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എഴുതിയത് ഈ ഒരു ഡെറിവേഷൻ. സോ നമുക്ക് എനർജിയുടെ ഇക്വേഷൻ അറിയായിരുന്നു. ദെൻ ഇതിൽ നിന്ന് ഈ ഇക്വേഷനിൽ റോക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ വോളിയം നമ്മൾ കണ്ടുപിടിക്കുക. വോളിയം എന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ വോളിയം ആയിരിക്കും, കാരണം റിംഗ് ആണ്, റിംഗ് സ്ട്രക്ചർ ആയ കാരണം ഡിസ്കിൻ്റെ വോളിയമാണ് എടുക്കുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ടേംസ് ഓഫ് എനർജി റോ ഇ കിട്ടിയിരുന്നു. അവിടെ അതേതാണ് ഇവിടെ N2D എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു മാത്രം. അതെന്താ കിട്ടിയത്? എം വി സ്റ്റാർ ബൈ പൈ എച്ച് ക്രോസ് സ്ക്വയർ എന്നുള്ള ടേമാണ് കിട്ടുക നമുക്ക്. സോ ഈ ഒരു ടേമിൻ്റെ പ്രത്യേകത എന്താ? ഇത് എനർജീനെ ഇൻഡിപെൻഡൻ്റ് ആണ്, എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഈ ടേം. അതായത് 2 ഡയമെൻഷണൽ സ്ട്രക്ചറിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മളവിടെ പറഞ്ഞു, ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരിക്കും ഗ്രാഫ് വരിക. പിന്നെ ഇതിന് 3 ഡയമെൻഷനായിട്ട് എൻ്റെ ഡിപ്പെൻഡൻസി എന്താ? ഇതിൻ്റെ എഡ്ജസ് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് 3 ഡയമെൻഷൻ്റെ ഗ്രാഫ് കിട്ടും. ഇതാണ് 2 ഡയമെൻഷനും 3 ഡയമെൻഷനും തമ്മിലുള്ള ഒരു ഡിപ്പെൻഡൻസി ഗ്രാഫിൻ്റെ. ഇനി അടുത്തത് ഇതാണ് ടെക്സ്റ്റിലുള്ള റിംഗ് സ്ട്രക്ചർ കേട്ടോ. റിംഗ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇത് വരച്ചാൽ മതി, അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട്, ഇവിടെ റഫായിട്ട് വരച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഇത് നോക്കൂ, ഈ ഗ്രാഫിൽ ഈ E1ൻ്റെ താഴേക്ക് എന്താണ്? E1ൻ്റെ താഴേക്ക് നമുക്ക് എനർജി എന്ന് പറയുന്നത് ഇല്ല. ഇവിടെ ഒരു സബ് ബാൻഡ്സ് നമ്മൾ അലോ ചെയ്തിട്ടില്ല. E1 ടു E2ൻ്റെ ഇടയിൽ ഫസ്റ്റ് സബ് ബാൻഡ് കണ്ടോ, E1 E2ൻ്റെ ഇടയിൽ ഫസ്റ്റ് സബ് ബാൻഡ് n ഈക്വൽ ടു 1 ഉണ്ടാവും. അവിടെ അലൗഡ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ? എം ഇ സ്റ്റാർ ബൈ പൈ എച്ച് ക്രോസ് സ്ക്വയർ എന്നായിരിക്കും. ഇനി E2ൻ്റെ E3ൻ്റെ ഇടയിൽ സെക്കൻഡ് സബ് ബാൻഡ് ഉണ്ടായിരിക്കും. അവിടെ അലൗഡ് ആയിട്ടുള്ള സബ് ബാൻഡ് പറഞ്ഞാൽ 2 mv സ്റ്റാർ ബൈ പൈ എച്ച് ക്രോസ് സ്ക്വയർ ആയിരിക്കും. അതായത് സബ് ബാൻഡിൻ്റെ എനർജി കൂടിക്കൂടി വരും. അങ്ങനെ E3 എന്ന് പറയുന്നത് അങ്ങനെ കൂടിക്കൂടി വരും. ഇതാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്തത്. അതായത് എനർജി ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ടേംസ് ഓഫ് എനർജി ഫോർ 2D എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാഫും പ്ലോട്ട് ചെയ്തു. പിന്നെ എനർജി സ്പെക്ട്രം എങ്ങനെയാണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഇൻഫൈനൈറ്റ് മോഡലിൽ നിന്ന് പ്ലോട്ട് ചെയ്തു. ഇതാണ് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത്. ദെൻ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലോവസ്റ്റ് സ്റ്റേറ്റിൽ E1ൽ ഏറ്റവും എനർജി കുറവായിരിക്കും, E2ലും എനർജി കുറച്ചുകൂടി കൂടും. അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലാണ് എനർജി ഉണ്ടാവുക. സോ ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഇൻഫൈനൈറ്റ് മോഡൽ ബേസിക് സെമി കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടീസ്. സോ ഇവിടെ നമ്മൾ എങ്ങനെ സെമി കണ്ടക്ടറിനെ ഉണ്ടാക്കിയത്? ഗാലിയം ആർസനൈഡ് എന്ന് പറഞ്ഞ ലോ ബാൻഡ് ഗ്യാപ്പ് ഉള്ള ഒരു സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ അലുമിനിയം ഗാലിയം ആർസനൈഡ് എന്ന് പറഞ്ഞ ഹൈ ബാൻഡ് ഗ്യാപ്പ് ഉള്ള ഒരു മെറ്റീരിയൽ നമ്മൾ കോട്ട് ചെയ്തു. ഇതിൻ്റെ ഇടയിലുള്ള തിക്നെസ് നമ്മൾ 10 നാനോമീറ്റർ റേഞ്ച് ആക്കി കുറച്ചു. ഗാലിയം ആർസനൈഡിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എത്രയായിരുന്നു? 1.4 ഇലക്ട്രോൺ വോൾട്ട്. അലുമിനിയം ഗാലിയം ആർസനൈഡ് 2 ഇലക്ട്രോൺ വോൾട്ട്. സോ ഇലക്ട്രോൺ ആ വെല്ലിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടു. ആ വെല്ലിനെ നമ്മൾ മോഡൽ ചെയ്തു. അതൊരു സ്ക്വയർ വെല്ലായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്, സെയിം സിമെട്രിക് ആയിട്ടുള്ള സ്ക്വയർ വെല്ല്. സോ നമ്മൾ അതിനെ മോഡൽ ചെയ്തു. മോഡൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സബ് ബാൻഡ്സ് ആണ് നമുക്ക് കിട്ടുക. കാരണം നമ്മൾ വെല്ല് ഇൻഫൈനൈറ്റ് ആണെന്നാണ് ഇവിടെ അസ്യൂം ചെയ്തത്. അതുകൊണ്ട് ഇൻഫൈനൈറ്റ് സബ് ബാൻഡ്സ് കിട്ടും. ഇത്രയാണ് ഈ മോഡലിൽ പറയാനുള്ളത്. സോ ഇതിൻ്റെ ഉള്ള ഈ സബ് ബാൻഡ്സിൻ്റെ ഉള്ളിലെ ഈ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സൈനോ അല്ലെങ്കിൽ കോസ് വേവ് ഒക്കെ ആയിരിക്കും ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ.
ഇനി ഈ മോഡലിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണ്? ഇതിന് ആക്യുറസി കുറവാണ്. കാരണം ഇതിൻ്റെ വെൽ ഇൻഫൈനൈറ്റ് ആയിട്ടാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. സോ ഇതിന് ആക്യുറസി കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത മോഡൽ കൺസിഡർ ചെയ്തത്. ഇതിൻ്റെ പേരെന്താ? സ്ക്വയർ ക്വാണ്ടം വെൽ ഓഫ് ഫൈനൈറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞ മോഡൽ. അത് പേര് കേട്ടതിന് നമുക്കറിയാം നമ്മുടെ ക്വാണ്ടം വെൽ സ്ക്വയർ ആണ്. അപ്പം നമ്മുടെ വെല്ലിന് നമ്മൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതുപോലെ ഫൈനൈറ്റ് ഡെപ്ത്. അപ്പോൾ എവിടെയാണ് നമ്മൾ മാറ്റം വരുത്തിയത്? നമ്മൾ കഴിഞ്ഞ മോഡലിൽ ഇൻഫൈനൈറ്റ് ആയിട്ടാണ് അസ്യൂം ചെയ്ത് ആ ഡെപ്ത് നമ്മൾ എന്താണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ആ ഡെപ്ത് ഫൈനൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഇതിൽ വരുത്തിയ ആകെയുള്ള മാറ്റം. ബാക്കി അലുമിനിയം ഗാലിയം ആർസനൈഡ് തന്നെയാണ് നമ്മൾ ഈ ക്വാണ്ടം വെൽ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ്. സോ ക്വാണ്ടം വെൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വെല്ല് ഫൈനൈറ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. കഴിഞ്ഞതിൽ വെല്ല് ഇൻഫൈനൈറ്റ് ആയിട്ടാണ് അസ്യൂം ചെയ്തത് കാരണം നമ്മൾ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് E1 ആയിട്ടാണ് എടുത്തത്. പക്ഷേ ഈ കേസിൽ എന്താ? വെല്ല് ഫൈനൈറ്റ് ആയതുകൊണ്ട് ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതാണ് ഈ കേസിന്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ? കാരണം വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഇൻഫൈനൈറ്റ് വെല്ലിലും ഫൈനൈറ്റ് വെല്ലിലും. ഈ രണ്ട് കേസിലും വാല്യൂസ് നമുക്ക് കിട്ടിയപ്പോൾ വലിയ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഫൈനൈറ്റ് ആയിട്ട് അസ്യൂം ചെയ്തത്. കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട്. സോ ഇതിലെ ക്വാണ്ടം വെല്ലിൻ്റെ ഉള്ളിലുള്ള എനർജിയാണ് E എന്ന് പറയുന്നത്. ഈ പൊട്ടൻഷ്യൽ ബാരിയറാണ് V നോട്ട് നേരത്തെ പറഞ്ഞു. ഇനി ഈ സ്ക്വയർ ക്വാണ്ടം വെല്ലിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ എനർജി സ്പെക്ട്രം വരിക നോക്കണം. സോ ഇതിന് മെയിനായിട്ട് രണ്ട് കേസാണല്ലോ. വെല്ല് ഫൈനൈറ്റ് ആയ കാരണം നമുക്ക് രണ്ട് കേസും കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് എനർജി ലെസ് ദാൻ V നോട്ടും എനർജി ഗ്രേറ്റർ ദാൻ V നോട്ട്. ഇങ്ങനെയുള്ള രണ്ട് സ്റ്റേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് നോക്കാം നമ്മുടെ മെയിൻ റിക്വയർമെൻറ്റ്സ് എന്താണ്? ഈ ഒരു ഷീറ്റ് നമുക്ക് ആവശ്യമില്ല. ഇത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം വരച്ച് വെച്ചിരിക്കുന്നതാണ്. ടെക്സ്റ്റിലുള്ള ഇതൊക്കെയാണ്. സോ മെയിനായിട്ട് എനർജി നമ്മുടെ കൺസിഡറേഷൻ എന്താണ്? രണ്ട് കേസസ് ആണ്. E ലെസ് ദാൻ V നോട്ടും E ഗ്രേറ്റർ ദാൻ V നോട്ടും. നമുക്ക് രണ്ട് കേസസും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഇൻസൈഡ് വെല്ല് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഔട്ട്സൈഡ് വെല്ല് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. E ലെസ് ദാൻ V നോട്ടാണ് ഫസ്റ്റ് കേസ്. സോ നമ്മുടെ ഇൻസൈഡ് വെല്ലായിരിക്കും. നമ്മുടെ മെയിൻ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വേവ് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കണം. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന വേവ് കണ്ടിന്യൂസ് ആയിരിക്കണം. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതും കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ ഇലക്ട്രോൺ മാസ് കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോഴേ നമുക്ക് ക്വാണ്ടം എഫക്ട്സ് കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മൂന്നാണ് ബൗണ്ടറി കണ്ടീഷൻ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ്സ് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ക്വാണ്ടം വെൽ മോഡലിൽ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇൻസൈഡ് വെല്ലിലെ കണ്ടീഷൻ നോക്കാം. വെല്ലിൻ്റെ ഉള്ളിലാവുമ്പോൾ എന്ത് സംഭവിക്കും? എനർജി വിൽ ബി ലെസ് ദാൻ V നോട്ട്. ഇതാണ് V നോട്ട്. ഇതാണ് ഇപ്പോൾ എനർജി E1 എന്ന് പറഞ്ഞ സബ് ബാൻഡ്. അപ്പോൾ എന്താണ്? വെല്ലിൻ്റെ ഉള്ളിലാണ് എനർജി വിൽ ബി ലെസ് ദാൻ V നോട്ട് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇത് സ്ക്വയർ വെല്ലാണ്, സിമ്മട്രിക് ആണ്. കഴിഞ്ഞ ഇൻഫൈനൈറ്റ് മോഡലിൽ അതേപോലെ തന്നെ സ്ക്വയർ വെല്ലാണ്, സിമ്മട്രിക് ആണ്. സോ നമുക്ക് ഇതിൻ്റെ സിമ്മട്രിക് ആയ കാരണം ഇതിൻ്റെ സെൻറ്റർ പോയിന്റിനെ 0 ആയിട്ട് എടുക്കാം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം നമുക്ക് സെഡ് ആക്സിസിൻ്റെ. സോ സെൻറ്റർ പോയിന്റിനെ 0 ആയിട്ട് എടുത്ത് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. സോ സെൻറ്റർ പോയിന്റ് 0 ആണ്. ഇങ്ങോട്ടുള്ളത് ഇൻക്രീസിങ്. V ലെങ്ത് എന്ന് പറയുന്നത് A/2 ആയിരിക്കും. ഈ ലെങ്ത് -A/2 ആയിരിക്കും. കാരണം ടോട്ടൽ ലെങ്ത് A ആയ കാരണം. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള വേവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? സിമ്മട്രിക് ആയിരിക്കും. അത് നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് വേവ്സ് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് സിമ്മട്രിക് പൊട്ടൻഷ്യലാണ് വെല്ലിൻ്റെ ഉള്ളിൽ. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള വേവ്സ് എയ്തർ സിമ്മട്രിക് ഓർ ആൻറ്റി സിമ്മട്രിക് വേവ്സ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇനി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ ടേംസ് കിട്ടും. അതിനെ നമുക്ക് -k² psi എന്ന് പറഞ്ഞ ടേംസ് കൊണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ -k² എന്ന് വരാൻ കാരണം എന്താ? ഇവിടെ എനർജി കുറവാണ്, അതുകൊണ്ടാണ് മൈനസ് വന്നത്. × k² × psi. ഇപ്പോൾ ഈ k എന്ന് പറഞ്ഞ ടേം എന്താണ്? k എന്ന് പറയുന്നത് ഒരു എനർജി ഡിപ്പെൻഡൻറ്റ് ടേമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേനെ ഡിറൈവ് ചെയ്തിരുന്നു. √2me/h² ആണ് k എന്ന് പറഞ്ഞ ടേമിൻ്റെ വാല്യൂ. സോ ഇവിടെ എനർജി മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം എനർജി V നോട്ട് എന്ന് പറഞ്ഞ പൊട്ടൻഷ്യലിനേക്കാൾ എത്രയോ കുറവായിരിക്കും എനർജി. അതുകൊണ്ട് k എന്ന് പറയുന്നത് √2me/h². പിന്നെ നമുക്ക് നമ്മുടെ വേവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിമ്മട്രിക് ഓർ ആൻറ്റി സിമ്മട്രിക് വേവ്സ് ആയിരിക്കും കിട്ടുക ഇൻസൈഡ് ദ വെല്ലിൽ. സോ ഇറ്റ് വിൽ ബി ഐദർ എ സൈൻ വേവ് അല്ലെങ്കിൽ ഒരു കോസ് വേവ് ആയിരിക്കും. ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ കോസ്, അതായത് 2 എണ്ണം വരുന്നുണ്ടെങ്കിൽ കോസ്, 1 എണ്ണം 3 എണ്ണം അങ്ങനെയൊക്കെ വരുമ്പോൾ സൈൻ. ദിസ് ഈസ് ദ കേസ് ഫോർ ഇൻസൈഡ് വെൽ. ഇനി ഔട്ട്സൈഡ് ദ വെല്ലിൽ എന്താ കേസ് നോക്കാം. ഔട്ട്സൈഡ് ദ വെൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മുടെ എനർജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എനർജി ആയിരിക്കും. അതായത് ഇതിങ്ങനെ പോകും, കണ്ടിന്യൂസ് ആയിട്ട് പോകും. വേവ് കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യും. ഇതാണ് ഔട്ട്സൈഡ് വെല്ലിലെ കേസ്. സോ ഔട്ട്സൈഡ് വെല്ലിൽ എനർജി ആയിരിക്കും കൂടുതൽ, പൊട്ടൻഷ്യലിനേക്കാൾ എനർജി ആയിരിക്കും കൂടുതൽ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും നമ്മുടെ വേവിന്, അങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെടില്ല. സോ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്സൈഡ് ദ വെല്ലിൽ എങ്ങനെ കിട്ടും? ഔട്ട്സൈഡ് ദ വെല്ലിൽ നമുക്ക് ∂2 എന്ന് പറഞ്ഞാൽ k² psi എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മുടെ വേവ് ഇക്വേഷൻ വരിക. അപ്പോൾ ഇവിടെ k² പോസിറ്റീവ് ആകണ്ടോ? എനർജി കൂടുതലാണ് ഇവിടെ V നോട്ടിനേക്കാൾ, അതുകൊണ്ടാണ് ഇവിടെ k² പോസിറ്റീവ്, മറ്റൊരുത്ത് k² നെഗറ്റീവ് ആയിരുന്നു.
ദെൻ ഇവിടെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ ഈ ഒരു ഗ്രാഫിന് കെ സ്ക്വയർ സൈൻ എന്ന് പറഞ്ഞ വാല്യൂവിനെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ് ഉപയോഗിക്കാൻ പറ്റും. കാരണം അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂ ആയ കാരണം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുക. അതുപോലെ ഇവിടുത്തെ കെ എന്ന് പറയുന്നത് എന്താണ്? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വി മൈനസ് സിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ അതാണ് കെന്റെ വാല്യൂ എന്തായി മാറി? √2m ഇൻറ്റു വി മൈനസ് സി ബൈ എച്ച് ക്രോസ് സ്ക്വയർ ആയിട്ട് മാറി. ഈ ഫിഗർ ഇതൊന്നും നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമില്ല എക്സാമിന്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. എങ്ങനെയാണ് ഇതുണ്ടോ ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്തു? കെന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് വെച്ച് നമുക്ക് ഈ കെ സ്ക്വയർ സൈനെ പ്ലോട്ട് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെ നോക്കാം? ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞതിന്റെ ഗ്രാഫ് ഇത് എങ്ങനെയാണ്? പോസിറ്റീവ് ആക്സിസിൽ, ഇത് പോസിറ്റീവ് എക്സ് ആക്സിസിൽ ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് പോകും. ഇനി നെഗറ്റീവ് വൈ ആക്സിസിൽ നമ്മുടെ ഇ റേസ് ടു മൈനസ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതാണ് ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു മൈനസ് എക്സിന്റെ ബേസിക് ഗ്രാഫ്സ്. ഇനി നമുക്ക് ഇത് പ്ലോട്ട് ചെയ്യാം. നമ്മുടെ ക്വാണ്ടം വെല്ലിൽ, സ്ക്വയർ ക്വാണ്ടം വെല്ലിൽ പ്ലോട്ട് ചെയ്യാം. സോ ഈ സൈഡിൽ എന്ത് വരും? ഈ സൈഡിൽ ഇ റേസ് ടു പ്ലസ് കെ എക്സ് വരാം, അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് കെ സെഡ് വരാം. സെഡ് എന്ന് പറയുന്നത് നമ്മുടെ കോർഡിനേറ്റ്, സെഡ് കൂടെയാണ് നമ്മൾ ഡയമെൻഷൻ കുറച്ച് ആ കോർഡിനേറ്റ് ആണ് സെഡ്. ഇനി ഈ സെൻറ്ററിൽ വെൽ റീജിയനിൽ ഐദർ സൈൻ സെഡ് ഓർ കോസ് കെ സെഡ് എന്നുള്ള ടേംസ് വരാം. അതുപോലെ ഈ റീജിയനിലും ഇ റേസ് ടു പ്ലസ് കെ സെഡ് മൈനസ് കെ സെഡ് ഇത്രയാണ് വരാം. ഇനി നമുക്ക് ഇതിൽ കണ്ടിന്യൂസ് ആയിരിക്കണം നമ്മുടെ വേവ് എന്ന് നമ്മൾ പറഞ്ഞു, ഫൈനൈറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. സോ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതിൽ ആരൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് കേസ് കൺസിഡർ ചെയ്യാം. പോസിറ്റീവ് എക്സ് ആക്സിസിൽ, പോസിറ്റീവ് സെഡ് ആക്സിസിലുള്ള പോസിറ്റീവ് കേസ് കൺസിഡർ ചെയ്യാം. അതായത് ഇ റേസ് ടു പ്ലസ് കെ സെഡ് പോസിറ്റീവ് ആക്സിസ് കൂടെ എങ്ങനെയാണ്? അതിങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ ഇതെന്താണ്? ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്മൂത്ത് വേവ് കിട്ടുമോ? ഇല്ല, കാരണം ഇ റേസ് ടു പ്ലസ് കെ സെഡ് പോസിറ്റീവ് ആക്സിസിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ ഈ കേസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നെഗറ്റീവ് ആക്സിസിൽ നോക്കൂ, ഇ റേസ് ടു മൈനസ് എക്സ് നെഗറ്റീവ് ആക്സിസിൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫൈനൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് വീണ്ടും ഇൻഫൈനൈറ്റ് വല്ലാവില്ലേ? സോ നമുക്ക് ഈ കേസും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പോസിറ്റീവ് ആക്സിസിൽ നമ്മൾ ഇ റേസ് ടു പ്ലസ് കെ സെഡിനെയും കൺസിഡർ ചെയ്യില്ല, നെഗറ്റീവ് ആക്സിസിൽ ഇ റേസ് ടു മൈനസ് കെ സെഡിനെയും കൺസിഡർ ചെയ്യില്ല. ദെൻ ഇവിടെ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് ജസ്റ്റ് കോൺസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് എന്ത് കോൺസ്റ്റൻസ് വേണമെങ്കിൽ പകരം ഇടാം, ടിയോ എഫോ എന്ത് വേണമെങ്കിൽ ഇടാം. ദെൻ രണ്ടാമത്തെ കേസ് നോക്കാം. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ടേംസ് ഇവിടെ സൈൻസ് കെ സെഡും കോസ് കെ സെഡും അതിന് മാറ്റമൊന്നുമില്ല. ഇവിടെ ബാക്കിയുള്ള ഇ റേസ് ടു മൈനസ് കെ സെഡും അതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് എങ്ങനെയും അത് താഴേക്ക് പോകും. അതുപോലെ ഇ റേസ് ടു പ്ലസ് കെ സെഡ് ഇങ്ങനെ പോകും. സോ നമുക്ക് ഇത് മൂന്നും കൂടി ജോയിൻ ചെയ്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വേവ് കിട്ടില്ലേ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇക്വേഷനിലേക്ക് എത്തുന്നത്. അതായത് ഈ സൈഡിൽ ഇ റേസ് ടു മൈനസ് കെ സെഡിനെ കൺസിഡർ ചെയ്യുന്നു, ഒപ്പം എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും, അതിന് ഡി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ വെല്ലിന്റെ ഉള്ളിൽ സി സൈൻ കെ സെഡ്, സി കോസ് കെ സെഡ്, അതായത് എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ടേമും പിന്നെ സൈനിന്റെ കോസിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഈ സൈഡിൽ നെഗറ്റീവ് സൈഡിൽ എന്തായിരിക്കും? മൈനസ് എ ബൈ ടുവിനേക്കാൾ കുറവാകുമ്പോൾ ഇ റേസ് ടു കെ ഡി ഇ റേസ് ടു കെ സെഡ്. ഈ ഇത്രയും ടേംസ് ആണ് നമുക്ക് കൺസിഡർ. പക്ഷേ ഇത് മൂന്നും കൂടി ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എക്സാക്ട് വേവ് നമുക്ക് കിട്ടും. കണ്ടിന്യൂസ് വേവ് ആയിട്ടുള്ള ഈ ഇലക്ട്രോണിന്റെ മോഷനിലുള്ള ഔട്ട്സൈഡ് വെല്ലിലുള്ള എക്സാക്ട് വേവ് ഈ മൂന്ന് ഇക്വേഷന്റെ ലീനിയർ കോമ്പിനേഷനാണ്. ആ ഇക്വേഷനാണ് നമ്മളിവിടെ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. സെഡ് ലെസ് ദാൻ മൈനസ് എ ബൈ ടു ആകുമ്പോൾ കണ്ടോ, മൈനസ് എ ബൈ ടുവിനേക്കാൾ കുറയുമ്പോൾ എന്തായിരിക്കും? ഡി ഇ റേസ് ടു കെ സെഡ് ആയിരിക്കും. അത് സെഡ് ലെസ് ദാൻ മൈനസ് എ ബൈ ടു. ഇനി മൈനസ് എ ബൈ ടുവിന്റെ എ ബൈ ടുവിന്റെ ഇടയിലാവുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സി കോസ് കെ സെഡ് അല്ലെങ്കിൽ സി സൈൻ കെ സെഡ്, ഇതിലേതെങ്കിലും ടേം ആയിരിക്കും. അതുപോലെ സെഡ് ഗ്രേറ്റർ ദാൻ എ ബൈ ടു ആകുമ്പോൾ എന്താവും? ഡി ഇ റേസ് ടു മൈനസ് കെ സെഡ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്, ഇത്രയും കേസസ് കൺസിഡർ ചെയ്തിട്ട്. ഓക്കെ, പിന്നെ കെന്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. കെ എന്ന് പറയുന്നത് വെല്ലിന്റെ ഉള്ളിലാവുമ്പോൾ എന്താണ്? √2me ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഹോൾ എച്ച് ക്രോസ് സ്ക്വയർ ആണ്. അതുപോലെ ഔട്ട്സൈഡിന്റെ വെല്ലാകുമ്പോൾ നമ്മൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൺസിഡർ ചെയ്യണം. ഇവിടെ ഉള്ളത് എത്രയായിരിക്കും അത് കൺസിഡർ ചെയ്യണം. അതാണ് √2me ഇൻറ്റു വി നോട്ട് ബൈ എച്ച് ക്രോസ് സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ സ്ക്വയർ ക്വാണ്ടം വെല്ല് ഫൈനൈറ്റ് ഡെപ്തിന്റെ മെയിൻ ഇക്വേഷൻസ്. വേവ് എങ്ങനെയാണ് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ എന്താ പറയുക, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഇത് വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജിയും സെഡ് കോർഡിനേറ്റും കൂടി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതായിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ ഫസ്റ്റ് n ഈക്വൽ ടു 1ൻ്റെ ഉള്ളിൽ ഒരു സബ് ബാൻഡ്, n ഈക്വൽ ടു 2ൻ്റെ ഉള്ളിൽ രണ്ട് വേവ് വരും. n ഈക്വൽ ടു 3 എന്ന് പറയുന്നത് സൈൻ ആയിരിക്കും, ഇത് കോസ് ആയിരിക്കും, ഈവൻ ഫംഗ്ഷൻ. n ഈക്വൽ ടു 3 പറഞ്ഞാൽ വീണ്ടും സൈന് 3 വരും. സോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേവ് കിട്ടും. ഇതിൻ്റെ ഉള്ളിലുള്ള എന്താ? ഇത് either സൈൻ ഓർ കോസ് കെ സെഡ് ആയിരിക്കും. പുറത്തുള്ളത് എക്സ്പോണൻഷ്യൽ ആണ്. അതിൽ തന്നെ പോസിറ്റീവ് ആക്സിസിലുള്ള ഇ റേസ് ടു മൈനസ് കെ സെഡ് ആയിരിക്കും, നെഗറ്റീവ് ആക്സിസിലുള്ളത് ഇ റേസ് ടു പ്ലസ് കെ സെഡ്. സോ ഇത്രയാണ് നമ്മുടെ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ സ്ക്വയർ വെല്ലുള്ളത്.
സോ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ സ്ക്വയർ വെല്ലിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ മെയിൻ കണ്ടീഷൻ എന്തായിരുന്നു, ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. അതായത് നമ്മൾ ഫൈനൈറ്റ് വെല്ല് എടുത്തിട്ട് അതിൽ നമ്മുടെ ബൗണ്ടറി കണ്ടീഷനിലായിട്ടുള്ള വേവ് കണ്ടിന്യൂസ് സ്മൂത്ത് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത് ഈ എം സ്റ്റാർ എന്ന് പറയുന്നത് കണ്ടു. ഈ എം സ്റ്റാർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്, അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഇവിടെ എം സ്റ്റാർ ഇ ആണ് കേട്ടോ. ഈ ഇതും എം സ്റ്റാർ ഇ, അത് രണ്ടും സെയിം ആയിരിക്കും. ഞാനൊരു ഇ എഴുതി വിട്ടുപോയതാണ്. സോ ഇത് രണ്ട് ഇക്വേഷനിലും ടു എം സ്റ്റാർ ഈ സെയിം ആയ കാരണം നമ്മുടെ മാസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് മാസ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പം നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലൊരു വേവ് നമുക്ക് കിട്ടും. സോ ഇത്രയാണ് സ്ക്വയർ ക്വാണ്ടം വെല്ലിൽ മെയിനായിട്ട് പറയുന്നത്. ആദ്യത്തെ കാര്യം എന്തായിരുന്നു, നമ്മൾ ഫൈനൈറ്റ് വെല്ലാന്ന് അസ്യൂം ചെയ്തു. ദെൻ സ്ക്വയർ ആണ്, സിമെട്രിക് ആണ്, അതുകൊണ്ട് ഇൻഫൈനൈറ്റിനെ പോലെ തന്നെ നടുവിലുള്ള വേവ്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ സൈനോ കോസോ ആയിരിക്കും. രണ്ട് സൈഡിലുള്ള വേവ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ച്, എങ്ങനെയാണ് യൂസിങ് ദ കണ്ടീഷൻ എനർജി ലെസ് ദാൻ പൊട്ടൻഷ്യൽ ആൻഡ് എനർജി ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് വേവ് എങ്ങനെയാണ് കറക്റ്റായിട്ട് കിട്ടി. നമ്മൾ കെന്റെ വാല്യൂ കണ്ടുപിടിച്ചു. സോ കെന്റെ വാല്യൂവിൽ എം സ്റ്റാർ എന്ന് പറയുന്നത് ഈക്വൽ ആയ കാരണം നമുക്ക് എന്ത് മനസ്സിലാക്കാം, എനർജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയാണ് ഈ സ്ക്വയർ ക്വാണ്ടം വെൽ ഓഫ് ഫൈനൈറ്റ് ഡെപ്തിൽ. ഇനി അടുത്തൊരു മോഡലിംഗ് ആണ് പരാബോളിക് ക്വാണ്ടം വെൽ. ഇത് നമ്മുടെ മൂന്നാമത്തെ മോഡലാണ്. ഇപ്പോൾ പരാബോളിക് ക്വാണ്ടം വെൽ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്തായിരിക്കും. നമ്മുടെ ക്വാണ്ടം വെൽ എന്ന് പറയുന്ന സാധനം ഒരു പരാബോളയുടെ ഷേപ്പിലായിരിക്കും ഉണ്ടാവും. പരാബോള ഷേപ്പിലുള്ള ഒരു ക്വാണ്ടം വെല്ലായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. സോ നമുക്കിനി എന്ത് നോക്കണം, എങ്ങനെയാണ് ഈ പരാബോളിക് ക്വാണ്ടം വെൽ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ നമ്മൾ ഒറ്റ മെത്തേഡേ നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഗാലിയം ആർസനൈഡ് എടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് ഗാലിയം ആർസനൈഡ് കോട്ട് ചെയ്യുക, ഇടയിലുള്ള തിക്നെസ് 10 നാനോമീറ്റർ റേഞ്ചിൽ കുറയ്ക്കുക. ഇതുവരെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇത് ക്വാണ്ടം വെല്ലിന്റെ ഷേപ്പ് മാറി. അപ്പോൾ നമുക്ക് പുതിയ മെത്തേഡ്സ് വേണം പരാബോളിക് ക്വാണ്ടം വെൽ ഉണ്ടാക്കാൻ. സോ നമുക്ക് പരാബോള ഷേപ്പിലുള്ള അപ്രോക്സിമേഷൻസ് നമുക്ക് കിട്ടണം. ഇനി നമുക്ക് എവിടെ നിന്നൊക്കെയാണ് പരാബോള ഷേപ്പിലുള്ള അപ്രോക്സിമേഷൻസ് കിട്ടുക, അതാണ് നമ്മൾ നോക്കണം. അതിന് മെയിനായിട്ട് 4 മെത്തേഡ് ഉണ്ട്. ഈ 4 ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ നമുക്ക് പരാബോളിക് ഷേപ്പിലുള്ള ക്വാണ്ടം വെൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് യൂസിങ് ഫോനോൺസ്. ഫോനോൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിയണ്ടേ. ഫോനോൺസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ, നമ്മുടെ ഇതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ഈ ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള ആറ്റത്തിന്റെ വൈബ്രേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഫോനോൺസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള ആറ്റത്തിന്റെ വൈബ്രേഷന്റെ സമയത്താണ് ഫോനോൺസ് ഉണ്ടാവുന്നത്. ദെൻ ഫോനോൺസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, സൗണ്ടിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഫോനോൺ എന്ന് പറയാം. സൗണ്ടിന്റെ ഏറ്റവും സ്മാളസ്റ്റ് പാർട്ടിക്കിളാണ് നമ്മുടെ ഫോനോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോനോൺ ഉണ്ടാക്കുന്നത് എങ്ങനെ, ആറ്റത്തിന്റെ വൈബ്രേഷനിൽ നിന്ന് ആ ചെറിയ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ അത്രയും വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും കുഞ്ഞ് സൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാർട്ടിക്കിളാണ് നമ്മുടെ ഫോനോൺ. സോ ഈ ആറ്റത്തിന്റെ മൂവ്മെന്റ് നോക്കൂ, ക്രിസ്റ്റൽ ലാറ്റിസിൽ ഫോനോൺ ഉണ്ടാകുമ്പോഴുള്ള മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓസിലേറ്റിംഗ് മൂവ്മെന്റ് ആണ്. ഓസിലേറ്റിംഗ് മൂവ്മെന്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഡയറക്ഷനിൽ ഒരേ പീരിയോഡിക് ലെങ്ത്തിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. സോ ഇതൊരു ഓസിലേറ്റിംഗ് മൂവ്മെന്റ് ആയ കാരണം നമുക്ക് ഇതിനൊരു പരാബോളായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ ഫോനോൺസ് നിന്ന് പരാബോളിക് ക്വാണ്ടം വെൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. അതായത് വൈബ്രേഷൻ ഓഫ് ആറ്റംസ് ഇൻ ക്രിസ്റ്റൽ ലാറ്റിസിലെ ആറ്റത്തിന്റെ വൈബ്രേഷൻ കാരണം നമുക്ക് ഫോനോൺസ് ഉണ്ടാവുന്നു. ആ ഫോനോൺസിന് നമുക്കൊരു ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ അതൊരു പരാബോളിക് ക്വാണ്ടം വെൽ ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് എങ്ങനെ, സൈക്ലോട്രോൺ ഓസിലേറ്റർ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. സൈക്ലോട്രോൺ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഫിഗർ ഉണ്ട്, ഇതാണ് നമ്മുടെ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞ ഡിവൈസ്. ഈ ഡിവൈസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടോൺ, ന്യൂട്രോൺ അതുപോലെയുള്ള സ്മാൾ ചാർജ് പാർട്ടിക്കിൾസിന്റെ ആക്സിലറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്ക് ഉള്ളത് കണ്ടോ, ഇതൊക്കെ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡാണ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇതിൽ ഒരു പാർട്ടിക്കിൾ വെച്ചിട്ട് ഇതിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. നോക്കൂ, അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിന്ന് അത്രയും ആക്സിലറേറ്റ് ചെയ്തിട്ട് ഇതിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ചെയ്യുന്നത് സൈക്ലോട്രോൺ ഡിവൈസ് എന്ന്. സോ ഇതാണ് ഈ സൈക്ലോട്രോൺ ഓസിലേറ്ററിന്റെ വർക്കിംഗ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു ഓസിലേഷൻ, ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പരാബോളിക് ഷേപ്പിലാണ് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിട്ട് നമുക്ക് പരാബോളിക് ക്വാണ്ടം വെൽ ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മുടെ രണ്ടാമത്തെ കേസിൽ 2D ഇലക്ട്രോൺ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവുന്നു, ഒരു പരാബോള ഷേപ്പിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് പരാബോളിക് ക്വാണ്ടം വെൽ ഉണ്ടാക്കാം. ഇതാണ് സൈക്ലോട്രോൺ ഓസിലേറ്റർ വെച്ച് ഇങ്ങനെയാണ് ഉണ്ടാക്കുക. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ബീം എപ്പിടാക്സി ആണ്. ഈ ടെക്നിക്ക് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഈ മോളിക്കുലാർ ബീം എപ്പിടാക്സി എന്ന് പറയുന്നത് നമ്മൾ അടുത്ത മൊഡ്യൂളിലായിട്ട് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് മൂന്നാമത്തെ കേസ്. അത് വെച്ചിട്ട് നമുക്ക് പരാബോളിക് ക്വാണ്ടം വെൽ ഉണ്ടാക്കാം. നാലാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുവരെ ഉണ്ടാക്കിയ ഗാലിയം ആർസനൈഡും അലുമിനിയം ഗാലിയം ആർസനൈഡും കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പരാബോളിക് ക്വാണ്ടം വെൽ ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുക, നമ്മൾ ഗാലിയം ആർസനൈഡിന്റെ അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെ തിക്നെസ് വേരി ചെയ്യുക. എങ്ങനെയാണ് വേരി ചെയ്യേണ്ടത്,
അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെ തിക്നെസ് ഡിസ്റ്റൻസ് കൂട്ടുന്തോറും കൂട്ടിക്കൊടുക്കുക. ക്വാഡ്രാറ്റിക്കലി ഇൻക്രീസ് ചെയ്യുക അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെ തിക്നെസ്. അതുപോലെ ഗാലിയം ആർസനൈഡിന്റെ തിക്നെസ് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഒന്നിന്റെ തിക്നെസ് കൂട്ടുക, ഒന്നിന്റെ റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഗാലിയം ആർസനൈഡിന്റെ ബാൻഡ് ഗ്യാപ്പ് കുറവാണ്, അപ്പോൾ അതിന്റെ തിക്നെസ് നമ്മൾ പ്രൊപ്പോർഷണലി റെഡ്യൂസ് ചെയ്യും. അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെ ബാൻഡ് ഗ്യാപ്പ് കൂടുതലാണ്, അത് ഇനി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ തിക്നെസ്സിനെ നമ്മൾ പ്രൊപ്പോർഷണലി ഇൻക്രീസ് ചെയ്യും. അപ്പം നമുക്ക് ഈ പറഞ്ഞൊരു പരാബോളിക് ക്വാണ്ടം വെൽ നമുക്ക് കിട്ടും. സോ 4 മെത്തേഡാണുള്ള ഏതൊക്കെയാണ്, യൂസിങ് ഫോണോൺസ്, സൈക്ലോട്രോൺ ഓസിലേറ്റർ, മോളിക്കുലർ ബീം എപ്പിടാക്സി ആൻഡ് വേരിയിങ് ദ തിക്നെസ് ഓഫ് അലുമിനിയം ഗാലിയം ആർസനൈഡ് ആൻഡ് ഗാലിയം ആർസനൈഡ്. ഈ 4 മെത്തേഡിൽ നമുക്ക് പരാബോളിക് ക്വാണ്ടം വെൽ ഉണ്ടാക്കാം. ഇനി അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയായിരിക്കും? ഇതിപ്പോൾ ഒരു ഹാർമോണിക് ഓസിലേഷൻ ആണല്ലോ, പരാബോള എന്ന് പറയുന്നത് ഒരു ഹാർമോണിക് ഓസിലേഷന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർമോണിക് ഓസിലേറ്ററിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അതായത് ക്ലാസിക്കൽ ഫിസിക്സിൽ എന്താ, U ഈക്വൽ ടു ½ kx² ആണ് നമ്മുടെ ഹാർമോണിക് ഓസിലേറ്ററിന്റെ പൊട്ടൻഷ്യൽ എനർജി. സോ അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെയും വരിക. അവിടെ പൊട്ടൻഷ്യൽ V ഓഫ് Z ഈക്വൽ ടു ½ k² Z² എന്നാണ് ഇക്വേഷൻ വരിക. Z² എന്ന് പറഞ്ഞാൽ നമ്മൾ Z കോർഡിനേറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ k² എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി വരിക. പിന്നെ അതിന്റെ എനർജി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും എനർജി എന്ന് പറയുന്നത്. സോ എനർജി റിലേഷൻ n-12 into h ഒമേഗ നോട്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഒമേഗ നോട്ട് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ആംഗുലാർ ഫ്രീക്വൻസി, ഓസിലേഷന്റെ സമയത്ത് ഉണ്ടാകുന്ന ആംഗുലാർ ഫ്രീക്വൻസിയാണ് ഒമേഗ നോട്ട് എന്ന് പറയുന്നത്. ഇനി അതിന്റെ വേവ് ഫംഗ്ഷനെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ വേവ് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുമ്പോൾ ക്വാണ്ടം വെല്ലിന്റെ ഉള്ളിൽ വേവ്സ് എന്താണ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതിൻ്റെ ഉള്ളിൽ സിമെട്രിക് ഓർ ആന്റി സിമെട്രിക് വേവ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് സൈനോ കോസ് ഫംഗ്ഷൻസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. then ഈ പരാബോളയുടെ ഷേപ്പ് ഉണ്ട്, പുറത്തേക്ക് ഇങ്ങനെ ബ്രോഡർ ആയിട്ട് പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ പരാബോളിക് ക്വാണ്ടം വെൽ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് സബ് ബാൻഡ് ഒരെണ്ണേ ഉള്ളൂ, ഇത് സെക്കൻഡ് സബ് ബാൻഡ് 2 തേർഡ് സബ് ബാൻഡ് 3. സോ ദിസ് ഈസ് അവർ പരാബോളിക് ക്വാണ്ടം വെൽ. ഇതിൽ മെയിനായിട്ട് എന്താ പറയുന്നത്, എങ്ങനെയാണ് പരാബോളിക് ക്വാണ്ടം വെൽ ഉണ്ടാക്കുക എന്ന് പറയാം. അതാണ് ഫസ്റ്റ് 4 പോയിന്റ്സ്. ഫോണോൺസ് വെച്ചിട്ട്, സൈക്ലോട്രോൺ ഓസിലേറ്റർ വെച്ചിട്ട്, മോളിക്കുലർ ബീം എപ്പിടാക്സി വെച്ചിട്ട്, then അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെ തിക്നെസ് വേരി ചെയ്തിട്ട്, ഗാലിയം ആർസനൈഡിന്റെ ബാൻഡ് ഗ്യാപ്പ് കുറവായതുകൊണ്ട് അതിന്റെ തിക്നെസ് നമ്മൾ കുറയ്ക്കുന്നു, അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെ ബാൻഡ് ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട് അതിന്റെ തിക്നെസ് നമ്മൾ കൂട്ടുന്നു. അങ്ങനെ നമുക്ക് പരാബോളിക് ക്വാണ്ടം വെൽ ഉണ്ടാക്കാം. then അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കിട്ടി, അത് വെച്ച് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഇത്രയും കാര്യമാണ് ഇതിൽ പറയാനുള്ളൂ. ഇനി അടുത്തൊരു ടൈപ്പാണ് ട്രയാങ്കുലർ ക്വാണ്ടം വെൽ. ഈ ട്രയാങ്കുലർ ക്വാണ്ടം വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് ഒരു 2 മെത്തേഡ് വെച്ചിട്ടാണ് ഇത് നമുക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് മെയിനായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ട്രയാങ്കുലർ ക്വാണ്ടം വെൽ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ടെക്സ്റ്റിലില്ല, ഈ എഴുതിയിരിക്കുന്ന കാര്യം മാത്രമേ ടെക്സ്റ്റിലുള്ളൂ. സോ 2 മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആൻഡ് കോമൺ ആണ് ഇത്. 2 മെത്തേഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ മോഡുലേഷൻ ഡോപ്ഡ് അലുമിനിയം ഗാലിയം ആർസനൈഡ് ആൻഡ് ഗാലിയം ആർസനൈഡ് ഹെട്രോജംഗ്ഷൻ. അതായത് മോഡുലേഷൻ ഡോപ്ഡ് എന്ന് വെച്ചാൽ നോൺ യൂണിഫോം ആയിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യും. നോൺ യൂണിഫോം ആയിട്ട് നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത ഗാലിയം ആർസനൈഡ് അലുമിനിയം ഗാലിയം ആർസനൈഡിനെയും തന്നെ നോൺ യൂണിഫോം ആയിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യാം. പിന്നെ ഹെട്രോജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാലോ, ഡിഫറെന്റ് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്ത് ഡോപ്പ് ചെയ്യുന്നതിനാണ് ഹെട്രോജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നോൺ യൂണിഫോം ആയിട്ട് ഹെട്രോജംഗ്ഷൻ ടൈപ്പ് ആയിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യണം ഗാലിയം ആർസനൈഡിനും അലുമിനിയം ഗാലിയം ആർസനൈഡിനും. അപ്പൊ നമുക്ക് ട്രയാങ്കുലർ ക്വാണ്ടം വെൽ കിട്ടുന്നതാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് നമുക്ക് ട്രയാങ്കുലർ ക്വാണ്ടം വെൽ ഒബ്സർവ് ചെയ്യുന്ന സ്ഥലം സെമി കണ്ടക്ടർ തന്നെ സ്ട്രക്ചർ, ആ ഒരു സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രയാങ്കുലർ ക്വാണ്ടം വെൽ ഒബ്സർവ് ചെയ്യുന്നത്. സോ ഈ 2 കേസിലാണ് നമുക്ക് ട്രയാങ്കുലർ ക്വാണ്ടം വെൽസ് ഉണ്ടാക്കാനോ ഒബ്സർവ് ചെയ്യാനോ പറ്റുന്നത്. ഇനി ട്രയാങ്കുലർ ക്വാണ്ടം വെൽ ഇത് നമ്മൾ കുറച്ച് അസംഷൻ വഴിയാണ് ഇതിങ്ങനെ എടുത്തിരിക്കുന്നത്. ആ അസംഷൻസ് എന്താ നോക്കാം. അപ്പോൾ നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രയാങ്കുലർ ക്വാണ്ടം വെൽ ഈ 2 അസംഷൻസ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്ത അസംഷൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് അസംഷൻ എന്താ നോക്കാം. ഇതിപ്പോൾ നമ്മുടെ 0 എന്ന് പറയുന്ന സെൻട്രൽ പോയിന്റ്, ക്വാണ്ടം വെല്ലിന്റെ സെൻട്രൽ പോയിന്റ്. ഈ ക്വാണ്ടം വെല്ലിന്റെ സെൻട്രൽ പോയിന്റ് ഇതാണെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് ആക്സിസിലേക്ക് എന്തില്ല, ഒന്നുമില്ല. നെഗറ്റീവ് ആക്സിസ് ഇൻഫൈനൈറ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നെഗറ്റീവ് ആക്സിസ് കാരണം ഇവിടെ പൊട്ടൻഷ്യൽ ബാരിയർ ഇൻഫൈനൈറ്റ് ആയിട്ട് എടുക്കും. അതുപോലെ ഇതിന്റെ പോസിറ്റീവ് ആക്സിസിൽ എന്താണ്, പോസിറ്റീവ് ആക്സിസിലെ പൊട്ടൻഷ്യൽ ബാരിയർ ലീനിയർലി ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മുടെ 2 മെയിൻ അസംഷൻസ്. ഈ അസംഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫിഗർ വരച്ചിരിക്കുന്നത്. അതായത് ലെഫ്റ്റ് ബരിയർ ഈസ് ഇൻഫൈനൈറ്റ് ഇൻ എനർജി, ഇവിടെ എനർജി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇൻഫൈനൈറ്റ് ആണ്. അതുപോലെ റൈറ്റ് ബരിയർ നമ്മൾ ഫൈനൈറ്റ് ആയിട്ട് എടുത്തു, അത് ലീനിയർലി ഇൻക്രീസിംഗ് ആയിട്ട് എടുത്തു. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലീനിയർലി ഇൻക്രീസിംഗ് ആയിട്ടുള്ള നമ്മുടെ എനർജി സബ് ബാൻഡ്, അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ എല്ലാ വേവ്സും വരും. സോ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് സിമെട്രിക് അല്ല. ബാക്കി ഇതുവരെ പഠിച്ച എല്ലാം സിമെട്രിക് ആയിരുന്നു, ഇത് സിമെട്രിക് അല്ല. അതുപോലെ തന്നെ ഇതിന്റെ ഇലക്ട്രോൺ എനർജി സ്റ്റേറ്റ് നമുക്ക് ഇത്ര നേരം പറഞ്ഞ പോലെ ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടും. അത്രേ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല. പിന്നെ ഇതിന്റെ
എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിപ്പോൾ ലീനിയർലി ഇൻക്രീസിങ് ആയ കാരണമാണ് നമ്മളിവിടെ ഒരു WKB അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് എടുത്തിട്ടുണ്ട്. ആ WKB അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് അതൊരു ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് WKB എന്ന് പറയുന്ന തിയറി എന്ന് പറയുന്ന മെത്തേഡ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിൽ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഡെറിവേഷൻ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. സോ പറ്റുമെങ്കിൽ വലിയ ഇക്വേഷനാണ്, പറ്റുമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ഫിഗർ പഠിച്ചിട്ട് ഈ താഴെയുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് എന്തായാലും പഠിക്കണം, അത് പഠിച്ചു വയ്ക്കുക. സോ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടം ലെവലിലുള്ള വാല്യൂ സ്മാൾ ആയിരിക്കും എന്നിൻ്റെ വാല്യൂ. സോ ആ സ്മാൾ എന്നിൻ്റെ വാല്യൂസിനെ നമുക്ക് ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഈ വര കണ്ടാൽ നമുക്കറിയാം ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. അതുകൊണ്ട് നമ്മൾ എനർജിയുടെ ഇക്വേഷൻ WKB തിയറി വെച്ചിട്ട് കണ്ടുപിടിച്ചു. ആ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3/2 × π × n-1/4 2/3 ഇൻറ്റു E² S² H²/2m ⁻1/3. എന്ന് പറഞ്ഞാൽ m എന്ന് പറഞ്ഞാൽ മാസ്സായിരിക്കും. പിന്നെന്തായിരുന്നു, n എന്ന് പറഞ്ഞാൽ ക്വാണ്ടം നമ്പറാണ്. F എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിഫോം ഇലക്ട്രിക്കൽ ഫീൽഡാണ്. E എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഇലക്ട്രോണിൻ്റെ ചാർജാണ് എന്ന് പറയുന്നത്. സോ ഈ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് എന്തറിയാം, n ഇൻക്രീസ് ചെയ്യുന്നതും സ്പേസിങ് ബിറ്റ്വീൻ എനർജി ലെവൽസ് എന്താണ് കൂടി വരികയാണ്. കാരണം ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ എനർജി ലെവൽസും വരുന്നത്. സോ n ഇൻക്രീസ് ചെയ്യുന്നതോറും ഈ സ്പേസിങ് കൂടി വരും. സ്ക്വയർ വെല്ലിലായിരുന്നെങ്കിൽ എന്തായിരുന്നു, n ഇൻക്രീസ് ചെയ്യുന്നതോറും എനർജി ലെവൽസ് ദൂരേക്ക് പോകുമായിരുന്നു. സ്ക്വയർ വെല്ലിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അറിയാം. ദെൻ പരാബോളിക്കിലാണെങ്കിൽ അത് ഈക്വലി സ്പേസ്ഡ് ആയിരുന്നു. ആ പരാബോളിൻ്റെ ഉള്ളിലെല്ലാം ഈക്വലി സ്പേസ്ഡ് ആയിരുന്നു. ട്രയാങ്കുലർ ക്വാണ്ടം വെല്ലാണെങ്കിൽ എങ്ങനെയാണ്, n ഇൻക്രീസ് ചെയ്യുന്നതോറും ഇത് ക്ലോസർ ആണ്, എനർജി കൂടുതൽ അടുത്തടുത്ത് വരികയാണ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ട്രയാങ്കുലർ ക്വാണ്ടം വെല്ല്. രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് ഗാലിയം ആർസനൈഡിൻ്റെ അലുമിനിയം ഗാലിയം ആർസനൈഡിൻ്റെ മോഡുലേഷൻ ഡോപ്പ് ചെയ്തിട്ട്, രണ്ടാമത്തെ സെമി കണ്ടക്ടറിൻ്റെ മോസ് സ്ട്രക്ചർ. ഈ ട്രയാങ്കുലർ ക്വാണ്ടം വെല്ല് നമുക്ക് എങ്ങനെ കിട്ടുന്നത്, മെയിനായിട്ട് രണ്ട് അസംഷൻ വഴിയാണ് കിട്ടുന്നത്. ഒന്ന് ഈ എനർജി നെഗറ്റീവ് ആക്സിസിലെ എനർജി ഇൻഫൈനൈറ്റും പോസിറ്റീവ് ആക്സിസിലെ എനർജി ലീനിയർലി ഇൻക്രീസിങ്. ഇതാണ് നമ്മുടെ അസംഷൻ. ഈ ഒരു അസംഷനിലാണ് നമുക്ക് ഈ പറഞ്ഞ ട്രയാങ്കുലർ ക്വാണ്ടം വെല്ല് കിട്ടുന്നത്. പിന്നെ നമ്മളതിൻ്റെ എനർജിയുടെ ഇക്വേഷൻ കണ്ടു. പിന്നെ ബാക്കി രണ്ട് സ്ക്വയർ ക്വാണ്ടം വെല്ലും പരാബോളിക് ക്വാണ്ടം വെല്ലായിട്ട് കമ്പയർ ചെയ്തു. സ്ക്വയർ ക്വാണ്ടം വെല്ലാകുമ്പോൾ എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ വേവ്സ് ഫർദർ അപ്പാർട്ട് മൂവ് ചെയ്ത് പോകുമായിരുന്നു. പരാബോളിക്കിലാകുമ്പോൾ അത് ഈക്വലി സ്പേസ്ഡ് ആണ്. ട്രയാങ്കുലറിലാണെങ്കിൽ എന്താ, അത് ക്ലോസ്ലി സ്പേസ്ഡ് ആണ്, അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മുടെ 4 ക്വാണ്ടം വെൽസ് ഉള്ളൂ. നമ്മൾ ഈ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് നോക്കിയാൽ, ആദ്യം നമ്മൾ ഒരു 2D സെമി കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എന്താ നോക്കി, അതെങ്ങനെയാണ് 2D സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ നോക്കി. ഇതാണ് ഇതിൻ്റെ സമ്മറി. ഇത്രയും ഫിഗേഴ്സാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. എങ്ങനെയാണ് ഒരു 2D സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ നോക്കി. എങ്ങനെ ഉണ്ടാക്കിയത്, നമ്മൾ ബാൻഡ് ഗ്യാപ്പ് കുറഞ്ഞ ഗാലിയം ആർസനൈഡ്, ഇവിടെയാണ് നമ്മൾ ഗാലിയം ആർസനൈഡ് 1.4 ഇലക്ട്രോൺ വോൾട്ടുള്ള ബാൻഡ് ഗ്യാപ്പ് കുറഞ്ഞ ഗാലിയം ആർസനൈഡും അത് സബ്സ്ട്രേറ്റ് ആയി എടുത്ത് അതിൻ്റെ മുകളിൽ ബാൻഡ് ഗ്യാപ്പ് എനർജി കൂടിയ അലുമിനിയം ഗാലിയം ആർസനൈഡിനെ കോട്ട് ചെയ്തു. ഇടയിലുള്ള ലെങ്ത് 10 നാനോമീറ്റർ റേഞ്ചിലാക്കിയിട്ട് കുറച്ചു തിക്നെസ്. സോ നാനോമീറ്റർ റേഞ്ചിലേക്ക് എത്തിയ ആള്. പിന്നെ ഇത് അലുമിനിയം ഗാലിയം ആർസനൈഡ് 2 ഇലക്ട്രോൺ വോൾട്ടും ഇത് 1.4 ഇലക്ട്രോൺ വോൾട്ട്. ഇങ്ങനെ നമ്മൾ ഇത് കണ്ടക്ഷൻ ബാൻഡിലും ബാലൻസ് ബാൻഡിലും അതിൻ്റെ കറസ്പോണ്ടിങ് ഫിഗർ പ്ലോട്ട് ചെയ്തതാണ് എങ്ങനെ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ദെൻ അത് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി സബ് ബാൻഡ്സ് പ്ലോട്ട് ചെയ്തു. അതായത് നമ്മുടെ ഫസ്റ്റ് മോഡലിംഗ് ആണ്. ഇതിനെ നമ്മൾ ഈ ഒരു ക്വാണ്ടം വെല്ലിൻ്റെ പ്രോപ്പർട്ടീസിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 4 ടൈപ്പ് മോഡലിംഗ് നടത്തി. അതിൽ ഫസ്റ്റ് ടൈപ്പ് മോഡലിംഗ് ആണ് ഇത് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഓഫ് ഇൻഫൈനൈറ്റ് മോഡൽ. അതായത് നമ്മുടെ ക്വാണ്ടം വെല്ല് നമ്മൾ ഇൻഫൈനൈറ്റ് ആണെന്നുള്ള അപ്രോക്സിമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ മോഡൽ എടുത്തിരിക്കുന്നത്. സോ എന്താ നമ്മുടെ സിമെട്രിക് ആയിരിക്കും നമ്മുടെ ക്വാണ്ടം വെല്ല്. ഇത് കണ്ടാൽ തന്നെ അറിയാം സ്ക്വയർ സിമെട്രി ആണ്. സോ അതിൻ്റെ ഇതർ സൈൻ ഓർ കോസ് വേവ്സ് ആയിരിക്കും, അത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകും. പക്ഷേ ഈ മോഡലിൻ്റെ പ്രശ്നം എന്തായിരുന്നു, ഇത് ഇൻഅക്യുറേറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അടുത്തൊരു മോഡൽ കൺസിഡർ ചെയ്തു. അതാണ് ഫൈനൈറ്റ് സ്ക്വയർ വെല്ല് എന്ന് പറയുന്നത്. ഫൈനൈറ്റ് സ്ക്വയർ ക്വാണ്ടം വെല്ലോ ഫൈനൈറ്റ് ഡെപ്ത് എന്നായിരുന്നു ഈ രണ്ടാമത്തെ മോഡലിന് പേര്. അതായത് ക്വാണ്ടം വെല്ലിന് ഇവിടെ മാറ്റമൊന്നുമില്ല, അത് സ്ക്വയർ ആണ്. ഇതിൻ്റെ പേരിലാണ് ഫസ്റ്റ് പേരിൻ്റെ പാർട്ട് വന്നത്, സ്ക്വയർ ക്വാണ്ടം വെൽ. ദെൻ ഫൈനൈറ്റ് ഡെപ്ത് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഡെപ്തിനെ നമ്മൾ ഫൈനൈറ്റ് ആയിട്ട് ഇവിടെ എടുത്തു. ഇവിടെ നമ്മൾ ഡെപ്ത് ഫൈനൈറ്റ് അല്ല, ഇവിടെ നമ്മൾ ഇൻക്രീസിങ് ആണ്, ഇവിടെ ഡെപ്ത് ഫൈനൈറ്റ് ആണ്. സോ ഇതിൻ്റെ ഉള്ളിലുള്ള ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്തു. നടുവിൽ വരുന്നത് എന്തായിരിക്കും, വെല്ലിൻ്റെ ഉള്ളിൽ വരുന്നത് സൈൻ കേസെഡോ കോസ് കേസെഡോ ആയിരിക്കും. രണ്ട് സൈഡിലും വരുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിരിക്കും. അതിൽ തന്നെ പോസിറ്റീവ് ആക്സിസിൽ വരുന്നത് നെഗറ്റീവ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിരിക്കും, e⁻കേസെഡ്. അതുപോലെ നെഗറ്റീവ് ആക്സിസിൽ വരുന്നത് എന്താ, പോസിറ്റീവ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ
മോഡലിംഗ്, രണ്ടാമത്തെ അപ്രോക്സിമേഷൻ. ഇനി മൂന്നാമത് നമ്മൾ എടുത്തൊരു അപ്രോക്സിമേഷനാണ് പരാബോളിക് ക്വാണ്ടം വെല്ല്. സോ പരാബോളിക് ക്വാണ്ടം വെല്ല് ഉണ്ടാക്കാൻ നമുക്ക് 4 മെത്തേഡ് വഴിയാണ് പരാബോളിക് ക്വാണ്ടം വെല്ല് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ഫസ്റ്റ് മെത്തേഡ് ഫോണോൺസ് വഴി. ഫോണോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ആറ്റത്തിന്റെ വൈബ്രേഷൻ കാരണം ഉണ്ടാകുന്ന ആ വൈബ്രേഷൻ സ്മാൾ സൗണ്ടിനെയാണ്, സൗണ്ടിന്റെ ഏറ്റവും സ്മാൾ പാർട്ടിക്കിളാണ് ഫോണോൺ. അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആറ്റത്തിന്റെ വൈബ്രേഷൻ കാരണം. എവിടെ ആറ്റം വൈബ്രേറ്റ് ചെയ്യുന്നു? ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഉള്ളിലുള്ള ആറ്റത്തിന്റെ വൈബ്രേഷൻ വഴി ഉണ്ടാക്കുന്ന സൗണ്ടിന്റെ ഏറ്റവും സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ആയിരുന്നു ഫോണോൺ. അത് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? അതിന്റെ മോഷനെ നമുക്ക് ഹാർമോണിക് ആയിട്ട്, ഹാർമോണിക് ഓസിലേറ്റർ മോഷനായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്താൽ നമുക്ക് ഇതുപോലെ പരാബോളിക് ഷേപ്പ് കിട്ടും. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞു സൈക്ലോട്രോൺ ഓസിലേറ്റർ. സൈക്ലോട്രോൺ ഓസിലേറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മോഷൻ അത് നമുക്ക് ഹാർമോണിക് ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. പരാബോളിക് മോഷനാണ് അത്. സോ അതിന് നമുക്ക് എന്തുണ്ടാക്കാം? പരാബോളിക് ക്വാണ്ടം വെല്ല് ഉണ്ടാക്കാം. മൂന്നാമത്തെ മെത്തേഡ് മോളിക്കുലർ ബീം എപ്പിടാക്സി. നാലാമത്തെ മെത്തേഡ് നമ്മൾ ഈ പറഞ്ഞ ഗാലിയം ആർസനൈഡ്, ഗാലിയം ആർസനൈഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഗാലിയം ആർസനൈഡിന്റെ ബാൻഡ് ഗ്യാപ്പ് കുറവാണ്, അതിന്റെ തിക്നെസ് നമ്മൾ വേരി ചെയ്യുക, അതായത് കുറയ്ക്കുക. അലുമിനിയം ഗാലിയം ആർസനൈഡിന്റെ ബാൻഡ് ഗ്യാപ്പ് കൂടുതലാണ്, അപ്പോൾ അതിന്റെ തിക്നെസ് നമ്മൾ ക്വാഡ്രാറ്റിക്കലി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പരാബോളിക് പൊട്ടൻഷ്യൽ കിട്ടും. നാലാമത് പറയുന്നത് ട്രയാങ്കുലർ ക്വാണ്ടം വെൽ പൊട്ടൻഷ്യൽ. ഇത് 2 മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഒന്ന് എന്തായിരുന്നു? ഗാലിയം ആർസനൈഡിനും അലുമിനിയം ഗാലിയം ആർസനൈഡിനെയും മോഡുലേഷൻ ഡോപ്പ് ചെയ്തു, നോൺ യൂണിഫോം ആയിട്ടും ഡോപ്പ് ചെയ്തിട്ടുള്ള ഹെട്രോജംഗ്ഷൻ. അതൊന്ന് നമുക്ക് ഈ പറയുന്ന ട്രയാങ്കുലർ ക്വാണ്ടം വെല്ല് കിട്ടും. ദെൻ സെമി കണ്ടക്ടറിന്റെ മോസ് സ്ട്രക്ചറിന് ട്രയാങ്കുലർ ക്വാണ്ടം വെല്ല് കിട്ടും. ഇനി ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഈ എനർജി ബാൻഡ്സ്, ഈ വേവ് ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് ഈക്വലി സ്പേസ്ഡ് ആണ്, ഇവിടെ ബ്രോഡർ ആയിട്ട് പോകുന്ന വേവ്, ഇവിടെ ക്ലോസ്ലി സ്പേസ്ഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നുള്ളൂ. അതായത് മെയിനായിട്ട് എങ്ങനെയാണ് ഒരു 2D സെമി കണ്ടക്ടർ നമ്മൾ ഉണ്ടാക്കിയത്, അതിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ് എന്താണ്, പിന്നെ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് മോഡൽ ചെയ്യാം. 4 ടൈപ്പ് മോഡലിംഗ്: പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, ഇൻഫൈനൈറ്റ് മോഡൽ, ദെൻ ഫൈനൈറ്റ് സ്ക്വയർ ക്വാണ്ടം വെൽ മോഡൽ, പരാബോളിക് ക്വാണ്ടം വെൽ, ട്രയാങ്കുലർ ക്വാണ്ടം വെൽ. സോ ഇത്രയാണ് ഈ ടോപ്പിക്കുള്ളത്.